നന്ദൻ എവിടെ മോളെ? നന്ദൻ എവിടെ? ഇവിടെ മുകളിലുണ്ട്. മോള് പോയി വിളിച്ചിട്ട് വാ. ഹലോ, എന്താ ഇത്ര വലിയ ആലോചന? നന്ദു, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ഇനി എന്തിനാ പേടി? ഒരുപാട് അപകടങ്ങളിൽ നിന്നാ നമ്മൾ രക്ഷപ്പെട്ട് സേഫായി എത്തിയത്. കാട്ടു വെച്ച് നടന്നേക്ക് മറന്നേക്ക്. അതല്ല, അമ്മ ഇന്നലെ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, അത് മുതലാ എനിക്ക് വല്ലാത്തൊരു ആദി പോലെ. അത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഞാൻ വിഷമിക്കുന്നുണ്ട്, സ്നേഹം തോന്നിക്കാണും, അത്രേ ഉള്ളൂ. നന്ദ, നന്ദ വാതില് തുറക്ക്. എന്താ ചേച്ചി? തുറക്കടാ, ഇട വാതില് തുറക്കടാ. നന്ദ ദാ വരുന്നു. എപ്പോഴും വാതിലടിച്ച് കെട്ടിയിരുന്നു. താഴെ പോലീസ് വന്നിട്ടുണ്ട്. വസുന്ധര, എന്താ ചേച്ചി? ഇന്ന് കേസ് അവസാനിപ്പിക്കുകയാണെന്ന് അവര് പറഞ്ഞ്. നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അല്ല, എന്തിനാ എന്നെ വിളിക്കുന്നേ? എനിക്കറിയില്ലടാ, ഒന്നും അറിയില്ല. അവരൊന്നും പറയുന്നുമില്ല. എന്തോ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. നീ ഇങ്ങനെ കഥക്ക് പാതി അടച്ച് നിൽക്കാതെ ഒന്ന് താഴോട്ട് വന്നേ. ഈശ്വര, എന്തൊക്കെയാണോ സംഭവിക്കുന്നത്? ചേച്ചി വയ്ക്കോ, ഞാൻ വരാം. ചേച്ചി പോകുന്നില്ല, നീ ഇങ്ങോട്ട് വന്നേ. വരാ ചേച്ചി, വാടാ ഇങ്ങോട്ട്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായല്ലേ നന്ദ? അല്ലെങ്കിൽ നന്ദന്റെ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ വന്ന് ഞാനാണ് കുറ്റവാളി, എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോരാറുണ്ടായിരുന്നു. ഇപ്പോ ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് വരാന്ന് കരുതി, നന്ദനെ ഒന്ന് കാണാൻ. സത്യം പറഞ്ഞ നന്ദന്റെ ഒരു സഹായം ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോ വന്നത്. കാര്യം എന്താണെന്ന് വെച്ചാ, നന്ദൻ എനിക്ക് ഒടുക്കത്തെ പ്രഷറാണ് കുറ്റവാളി അറസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്നിപ്പോ ഇവിടെ വെച്ച് അറസ്റ്റ് നടത്താനായിട്ടാണ് ഞങ്ങൾ വന്നത്. ദേവികയെ കിട്ടാത്ത സ്ഥിതിക്ക് നന്ദനെ ഞങ്ങളങ്ങ് കൊണ്ടുപോവുക. അത് എവിടെ തന്നെ ആയോ? ഒരാളെ കണ്ടുപിടിച്ചില്ലെന്ന് കരുതി വേറൊരാളെ കൊണ്ടുപോകാനോ? സാറൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ, അത്രേ ഉള്ളൂ. പ്രതി എന്ന പേരിൽ ഇന്ന് ആരെയെങ്കിലും മീഡിയയുടെ മുന്നിൽ ഹാജരാക്കിയേ പറ്റൂ. പിന്നെ എന്ത് ചെയ്യും സർ? നാണക്കേട് കാരണം പുറത്തിറങ്ങാനും വയ്യ, ഫോൺ എടുക്കാനും വയ്യ. ട്രോളോട് ട്രോളല്ലേ? നിങ്ങളെന്താ മനുഷ്യനെ കളിയാക്കുകയാണോ? പോലീസിനെ ചുമ്മാ ഇട്ട് കളിപ്പിക്കാം. ഞങ്ങൾ അങ്ങോട്ട് കളിയാക്കാൻ പാടില്ല അല്ലേ? അത് കൊള്ളാലോ സർ.
അങ്ങനെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ എത്തി. അപ്പോ ഇന്നത്തെ കലാപരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. കഥയുടെ പേര് പ്രതിയുടെ അറസ്റ്റ്. പക്ഷെ പ്രധാന കാഴ്ചക്കാരൻ എത്തിയില്ലല്ലോ. ആളെ കൂടെ ഞാനൊന്ന് വിളിച്ചു നോക്കാം. പുള്ളിയുടെ സാന്നിധ്യത്തിൽ വേണം കാര്യങ്ങൾ നടത്താൻ. അത് എന്റെ ഒരു വാശിയാ. ഒരു മിനിറ്റ് സാർ. ആരും ഓടിക്കളയരുത്. അതാത് സ്ഥലങ്ങളിൽ കാണണം. ഹലോ. ഹലോ ബലരാം സർ, ഞാൻ വസുന്ധര. മനസ്സിലായി, പറയണം. അങ്ങയുടെ മകളുടെ കൊലപാതകയെ ഇന്ന് അറസ്റ്റ് ചെയ്യും. ഞാൻ വാർത്തയിൽ കണ്ടു. ഇത് കുറെ കാലമായി പറഞ്ഞു തുടങ്ങിയിട്ട്. എല്ലാവരെയും നിങ്ങൾ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയല്ലേ. ഏതായാലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനത് വിശ്വസിക്കും. ഞാൻ താങ്കളെ വിളിക്കുന്നത് മീര വധക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ താങ്കളുടെ സാന്നിധ്യത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ്. ആ രംഗം താങ്കൾക്ക് കാണണമെങ്കിൽ വരണം. ഞാൻ നിർബന്ധിക്കുന്നില്ല. എനിക്ക് കാണണം. ഞങ്ങൾ വരാം. എവിടെയാ വരേണ്ടത്? ചന്ദ്രോത്ത്. ചന്ദ്രോത്തോ? യെസ്. വരും. ഞങ്ങൾ ഉടനെ വരും. ചന്ദ്രേ, ചന്ദ്രേ. ചന്ദ്ര, ഒന്ന് വേഗം വാ. എന്താ? നീ പോയിട്ട് വേഗം റെഡിയാവും. എന്തിനാ? നമുക്ക് ചന്ദ്രോത്തേക്ക് പോണം. നമ്മുടെ മോളെ കൊന്ന ആളുടെ അറസ്റ്റ് ഇന്ന് അവിടെ നടക്കും. നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെയാ. അത് കാണാനായിട്ട് നമ്മളെയും ക്ഷണിച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ബാലു, കേസ് അന്വേഷണം നല്ല രീതിയിലാണ് നടക്കുന്നതെന്ന്. ഫോൺ എടുക്കുന്നവരെ നന്ദനം വിളിക്കേ. അമ്മ, സിദ്ധാർത്ഥൻ നിങ്ങൾ പറഞ്ഞല്ലേ, കേസിന്റെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുമായിരിക്കും. എല്ലാം കഴിഞ്ഞ് വിളിക്കാന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. നീ നന്ദനം വിളിക്കേ. വിളിക്കാൻ ബെല്ലുണ്ട്. എന്താ നന്ദൻ ഫോൺ സൈലന്റ് ആക്കിയത്? ആരുടെ കോള? അത് അതിന്റെ ഒരു ഫ്രണ്ടിന്റെ കോളാ. ആ, അത്ര ഉണ്ടായിരുന്നല്ലോ. എങ്കിലെടുത്ത് സംസാരിച്ചോളൂ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നോട്ട് വിളിക്കാൻ ഇതിലല്ലേ ഞെക്കേണ്ടത്?
സൈലന്റ് ആക്കണ്ട, ഫോൺ എടുത്തോളൂ. അല്ല, ഇത് പ്രധാനപ്പെട്ട കോളൊന്നുമല്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഞങ്ങൾക്കിത് പ്രധാനപ്പെട്ട കോള് തന്നെയാണ്. ശാരിക, ദേവികയുടെ അനുജത്തി അല്ലേ? അറ്റൻഡ് ചെയ്തിട്ട് ഹലോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഹലോ ഹലോ മോനെ, എവിടെയാ മോനെ? ഇന്നലെയൊക്കെ മോനെ വിളിച്ചോണ്ടേ ഇരിക്കായിരുന്നു, കിട്ടിയില്ല. ദേവി അടുത്തുണ്ടോ? അടുത്തുണ്ടെങ്കിൽ മോൻ ഒന്ന് കൊടുക്കും മോനെ. മോനെ, ഒന്ന് അവളെ കൊണ്ട് ഒന്നുകൂടെ സംസാരിപ്പിക്കേ. ദേവിക നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്താണോ അതോ അവിടുന്ന് മാറിയോ മോനെ? ഹലോ നന്ദ, എന്താ ഒന്നും പറയാത്തത്? ദേവിക അടുത്തില്ലേ? ഹലോ മോനെ. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? വസുന്ധര IPS. മീര കൊലക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥ. എന്തായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചതിൽ വളരെ സന്തോഷം. അപ്പോ ഈ കൊലക്കേസിലെ ഒന്നാം പ്രതി എന്ന് സംശയിക്കുന്ന ദേവിക എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഒളിവിൽ കഴിയുന്ന സമയത്ത് ദേവിക നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. മാഡം, അത് കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല. ഞാനിപ്പോ ചന്ദ്രത്തുണ്ട്, നന്ദൻ എന്റെ തൊട്ടടുത്തും. ഇനി ദേവികയെ അറസ്റ്റ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. എന്തായാലും ദേവിക എവിടെയാണെന്നുള്ളത് നന്ദൻ അറിയാമെന്നത് നിങ്ങൾ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായി. വിലപ്പെട്ട ഇൻഫർമേഷന് നന്ദി. നല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. മോളെ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. അല്ല, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ഇതിനെയാണ് സർ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. മുന്നമ്മലയുടെ ന്യായം പറച്ചിലൊക്കെ ഇപ്പൊ എവിടെ പോയി? മനസ്സിലായല്ലോ, പ്രതിയെ ഒളിപ്പിച്ചിട്ടുള്ളത് മകനാണ്. മകന് ചിലപ്പോ അച്ഛന്റെ സഹായം കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, മീരയുടെ മരണത്തിൽ എന്റെ മകൻ നന്ദനോ അവന്റെ ഭാര്യ ദേവിക്കോ ഒരു പങ്കുമില്ല. അത് ശരി. ചങ്കെടുത്ത് കാണിച്ചാലും വാഴനാരാണെന്നാണല്ലോ പറയുന്നത്. മിസ്റ്റർ, മീരയുടെ മരണത്തിന് ശേഷം ദേവികയും നന്ദനും ഒരുമിച്ചുണ്ടായിരുന്നു.
ദേവികയുടെ അമ്മ തന്നെ പറഞ്ഞതാണത്. കേട്ടില്ലായിരുന്നോ? എന്തൊക്കെ ആയാലും ശരി, അവർ രണ്ടുപേരും നിരപരാധികളാ. ആണോ? എങ്കിൽ അറസ്റ്റ് കാണാനെത്തുന്ന ആളും കൂടെ വരട്ടെ. ബാക്കി അപ്പ പറയാം. വരണം സാർ, അകത്തേക്ക് വരണം. ആരാ എന്റെ മീരയെ കൊന്നത്? ആരാന്ന്? ഇവനാണോ എന്റെ മോളെ കൊന്നുകളഞ്ഞേ? ഇവനാണോന്ന്? എന്റെ മകളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഒടുവിൽ ഇവൻ തന്നെയാവോ ഇത് ചെയ്തേ? ഇവനെ ഈ നിമിഷം അറസ്റ്റ് ചെയ്യണം. ബലരാമ, ഇയാളുടെ അഭ്യാസമൊക്കെ അങ്ങ് പുറത്ത്. പ്രതി ആരാണെങ്കിലും ശിക്ഷ കോടതി തീരുമാനിക്കും. ഇതെന്റെ വീടാ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താ പറഞ്ഞേ? പറഞ്ഞത് കേട്ടില്ലേ? ഒരിക്കലും പറയണോ? നീ കൂടുതലൊന്നും പറയണ്ട. ഹേയ്, എന്താ ഇത്? കേരളത്തിലെ അറിയപ്പെടുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കൾ കവലച്ചട്ടമ്പുകളെ പോലെ കടന്ന് വെല്ലുവിളിക്കുന്നു. കഷ്ടം തന്നെ. ബലരാമ സർ, ഞാൻ നിങ്ങളെ വിളിച്ചത് നിയമം കയ്യിലെടുക്കാനല്ല. പ്രതിയെ തീരുമാനിക്കാനും കൊണ്ടുപോകാനും ഇവിടെ ഞങ്ങളുണ്ട്. മാഡം, ഞാൻ നഷ്ടം സംഭവിച്ചത് സാറിന് തന്നെയാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് സാക്ഷിയാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ സാറിനെ ഇങ്ങോട്ട് വിളിച്ചത്. അതിന് നന്ദിയുണ്ട്. പക്ഷേ ഈ അറസ്റ്റ് ഒരു പ്രഹസനമാവുന്ന ലക്ഷണ. പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന ആള് ദേവികയല്ലേ? അവളെവിടെ? ദേവിക പ്രധാന പ്രതി എന്ന് ആര് പറഞ്ഞു? താൻ കണ്ടോ? താൻ കണ്ടോടോ ദേവിക മീരമോളെ കൊല്ലുന്നത്? എടോ, നീ എത്രയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. Stop it. കുറച്ചും കൂടെ മാന്യത കാണിക്ക് പ്ലീസ്. തൽക്കാലം ഈ വെല്ലുവിളിയും തമ്മിത്തലും മാറ്റിവെക്കുക. ബലരാമ സാറിനെ ഞാനാണ് വിളിച്ചത്. പോലീസ് ഈ കേസ് അന്വേഷിച്ച് ഫൈനൽ പോയിന്റിൽ എത്തി നിൽക്കുമ്പോ അതിന് തടസ്സം നിൽക്കരുത്. ബലരാമ സാർ അകത്തേക്ക് കയറട്ടെ. സാർ അകത്തേക്ക് വരൂ. ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. താൻ കേറണ്ട. സർ, ഇത് കൊലപാതകം നടന്ന വീടാണ്. ഇവിടെ സാക്ഷിയും പ്രതിയും എല്ലാം വരും. ഇനി ബലരാമ സാറിനകത്തേക്ക് കയറാൻ താല്പര്യമില്ലെങ്കിൽ സാറിന് തിരിച്ചു പോവാം. എനിക്ക് എന്റെ മകളെ കൊന്ന ആളെ കാണണം. എങ്കിൽ അകത്തേക്ക് വരണം സർ.
എന്തൊക്കെയാ നടക്കുന്നേ? നന്ദനെ അറസ്റ്റ് ചെയ്യാനായിരിക്കോ പോലീസ് വന്നത്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.